സമരം ചെയ്യുന്നതെന്ന മന്ത്രി രാജേഷിന്റെ പ്രസ്താവന അപഹാസ്യവും അവഹേളനവുമാണെന്ന് സംയുക്ത കർഷക വേദി ഭാരവാഹി പ്രഭാകരൻ. കർഷകരെയും കൃഷിയെയും സംരക്ഷിക്കാനായി രംഗത്തിറങ്ങിയവർ തന്നെ അത് അട്ടിമറിക്കുകയാണെന്നും സംയുക്ത കർഷക വേദി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നെല്ല് സംഭരണത്തിനായി കേന്ദ്ര സർക്കാരുമായി കേരള സർക്കാർ ഉണ്ടാക്കിയ MOUവിന്റെ നഗ്നമായ ലംഘനമാണ് കേരളത്തിൽ നടക്കുന്നത്. കേന്ദ്രത്തിൽ നിന്നും അധിക തുക കൈപ്പറ്റിയതുകൊണ്ടാണ് സംഭരണ രേഖകൾ സർക്കാർ പുറത്തുവിടാത്തത്. കർഷകരെയും കൃഷിയെയും സംരക്ഷിക്കാനായി രംഗത്തിറങ്ങിയവർ തന്നെ അത് അട്ടിമറിക്കുകയാണെന്നും സംയുക്ത കർഷക വേദി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ ഉണ്ടാക്കി. ആ കരാർ വ്യവസ്ഥ പ്രകാരം നെല്ല് അളക്കുന്നതിന് മുമ്പ് സംസ്ഥാനങ്ങൾക്ക് ആവശ്യമുള്ള പക്ഷം എത്ര തുക കൊടുക്കാനും കേന്ദ്ര സർക്കാർ തയ്യാറായിരുന്നു. ഇനി പൈസ തികയില്ല എന്ന് വെച്ചാൽ റിസർവ് ബാങ്കിൽ നിന്നും കടമെടുക്കാനുള്ള ഒരു അനുമതിയും ആ കരാറിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കരാർ നമ്മുടെ കയ്യിലുണ്ട്. അങ്ങനെ ഇരിക്കെ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലെല്ലാം കൊയ്ത്ത് സമയത്ത് നെല്ലെടുക്കുമ്പോൾ തന്നെ അവിടുത്തെ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിൽ നിന്നും പൊതു വിതരണ വകുപ്പിൽ നിന്നും റിസർവ് ബാങ്കിൽ നിന്നും പൈസ എടുത്ത് കർഷകരുടെ അക്കൗണ്ടിലുള്ള ബാങ്കുകളിലേക്ക് നിക്ഷേപിക്കും. അതുകൊണ്ടാണ് 48 മണിക്കൂറിനുള്ളിൽ മറ്റു സംസ്ഥാനങ്ങളിൽ വിലകിട്ടുന്നത് കർഷകന്. അതേപോലെ കേരളത്തിലും ആ വ്യവസ്ഥയുണ്ട്. ഇവിടെ വാങ്ങിയിട്ടുള്ളതായിട്ട് ഞങ്ങൾക്ക് രേഖകളുണ്ട്. എന്തുകൊണ്ട് കർഷകന് കൊടുത്തിട്ടില്ല? 48 മണിക്കൂറിൽ കൊടുക്കേണ്ട പൈസ 5 മാസമായിട്ടും സംസ്ഥാനങ്ങൾ കൊടുക്കാത്തതിനെ പറ്റി കേന്ദ്ര പൊതുവിതരണ വകുപ്പും മറ്റവിടുത്തെ നിയമം CBI ഞാനാരുമായിട്ട് ഒരു അന്വേഷണം ഇവിടെ നടത്തണം. നടത്തിയ സത്യാവസ്ഥ അവിടെ കണ്ടെത്തണം. അതേ ഞങ്ങൾക്ക് ആവശ്യമുള്ളൂ. കേരളത്തില് ഒന്നാം വിളയ്ക്ക് 600 കോടി രൂപയുടെ നെല്ലാണ്, രണ്ടാം വിളയ്ക്ക് 1600 കോടി രൂപയുടെ നെല്ലാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ 2000 കോടി തന്നില്ല, 1100 കോടി തന്നില്ല എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം മനസ്സിലാവുന്നില്ല. മാത്രമല്ല പൈസ കൊടുക്കുമ്പോൾ കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് പൈസ കൊടുക്കുമ്പോൾ 10% അവിടെ പിടിക്കും. ബാക്കി 90% കൊടുത്തിട്ടുണ്ട്. ഈ 10% കണക്ക് കൊടുക്കുമ്പോൾ മാത്രമേ, വ്യക്തമായ കണക്ക് കേന്ദ്രത്തിന് കൊടുക്കുമ്പോൾ മാത്രമേ ഈ 10% കൊടുക്കുള്ളൂ. സർക്കാരിന്റെ ഇഷ്ടക്കാർക്ക് ഇഷ്ടം പോലെ വേതനം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നെല്ലുവില ലഭിക്കാനായി കർഷകർ മാസങ്ങളായി അലയുന്നത്. നെല്ലുവില അധികം നൽകുന്നത് കേരളമാണെന്ന മന്ത്രിമാരുടെ പ്രസ്താവന യാഥാർത്ഥ്യമല്ല. ഛത്തീസ്ഗഡ്, ഒറീസ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നെല്ലിന് കിലോ 35 രൂപ നിരക്കിൽ 48 മണിക്കൂറിനകം നൽകുന്നുണ്ട്. നെല്ല് സംഭരണ കൈകാര്യ ചെലവിന്റെ 95% കേന്ദ്ര സർക്കാർ മുൻകൂർ നൽകിയിട്ടുണ്ട്. കർഷകർക്ക് പണം നൽകാനായി റിസർവ് ബാങ്കിൽ നിന്നും വായ്പയെടുത്ത സർക്കാർ വകമാറ്റിയിരിക്കുകയാണ്. ഓഡിറ്റ് നടത്തി FCIയുടെ അനുമതിയോടെ കണക്ക് സമർപ്പിക്കണമെന്ന കേന്ദ്ര സർക്കാർ നിർദ്ദേശം സർക്കാർ പാലിക്കാത്തത് ഫണ്ടുകൾ വകമാറ്റിയതുകൊണ്ടാണ്. കയറ്റിറക്ക് കൂലി കർഷകർക്ക് നൽകണമെന്ന കോടതി നിർദ്ദേശത്തിനെതിരെ സർക്കാർ കോടതിയിൽ പോയിരിക്കുകയാണ്. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് മന്ത്രിമാർ പരസ്പര വിരുദ്ധമായ പ്രസ്താവനകളാണ് നടത്തുന്നത്. കേന്ദ്രം താങ്ങുവില വർദ്ധിപ്പിക്കുമ്പോഴൊക്കെ കേരളം ഇൻസെന്റീവ് കുറയ്ക്കുകയാണ്. വന്യജീവി പ്രശ്നത്തിനും പരിഹാരമില്ല. സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിൽ നിന്നും കിട്ടാനുള്ളത് വാങ്ങിക്കാനായി രേഖകൾ ആവശ്യപ്പെട്ടിട്ടും സർക്കാർ അനുവദിക്കുന്നില്ല. സർക്കാരിന്റെ കർഷക ദ്രോഹത്തിനെതിരെ കർഷക സമരവേദി 29-ന് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തും. ഇതിനു മുന്നോടിയായി 19 സ്വതന്ത്ര കർഷക സംഘടനകൾ സംയുക്തമായി കൺവെൻഷൻ സംഘടിപ്പിക്കുമെന്നും ഇരുവരും പറഞ്ഞു. വിവിധ കർഷക സംഘടനാ ഭാരവാഹികളായ മാതുലാം തോടുമണി, സജീഷ് കുത്തന്നൂർ, പാണ്ടിയോട് പ്രഭാകരൻ, ചിദംബരൻകുട്ടി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ. ഇതിന്റെ കേരള വിഷൻ വൈഫൈയാ? ഫാസ്റ്റ് ഒക്കെ തന്നെ, പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ്. ചായ ഫ്രീ അല്ല, കാശട്. കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ. ഫ്രീ ആയി കണക്ട് ആവൂ.